ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന ബീഫ് ഫ്രൈ ആണ്. നമ്മൾ അതിനു വേണ്ടി മുളക്, മല്ലി, കാശ്മീരി മുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി മിക്സ് ചെയ്തെടുത്തത്, മിക്സിയിലിട്ട് അടിച്ച് മിക്സ് ചെയ്തെടുത്തത്. അപ്പോൾ നമുക്കിന്ന് ഒരു ബീഫ് ഫ്രൈ ട്രൈ ചെയ്യാം. ഞാൻ 2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫ് നമുക്ക് കുക്കറിലിട്ടാണ് വയ്ക്കുന്നത്. കുക്കറിൽ ബീഫ് ഇട്ട് അതിലേക്ക് വേണ്ട ചേരുവകൾ മൊത്തം അതിലേക്ക് തട്ടി എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആ ചേരുവകളിലൊപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയിൽ അടിച്ച് വെച്ചത് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ആ മിക്സ് ചെയ്തെടുക്കുന്നത് അതിൻ്റെ ഒരു ഹൈലൈറ്റാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് കുക്കർ അടച്ച് നമുക്ക് ഒരു 4-5 വിസിൽ അടുപ്പിച്ചെടുക്കാം. അത് ഇറച്ചിയുടെ വേവ് അനുസരിച്ച് വിസിലടിക്കാം. ചിലപ്പോൾ 4 ആവാം, ചിലപ്പോൾ 5 ആവാം. എന്നിട്ട് ഒരു ഉരുളി എടുത്ത് അതിലേക്ക് ഉള്ളി, പച്ചമുളക്, വേപ്പില എല്ലാം ഇട്ട് ഒന്ന് വരട്ടിയെടുക്കുക. വരട്ടിയിട്ട് ലേശം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്ത് അങ്ങോട്ട് വരട്ടിയെടുക്കുക. ആവശ്യത്തിന് മാത്രം ഉപ്പിടുക. കൂടുതലായ ടേസ്റ്റ് വ്യത്യാസം വരും. പിന്നെ അതിലേക്ക് വേണ്ട ചേരുവകളിടുക. മല്ലി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ ബാക്കി വേണ്ട മുളക്, കാശ്മീരി മുളക്, മസാല, കുരുമുളക് പൊടി എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കുക. ഒന്ന് മൂപ്പിച്ചെടുത്ത് എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുത്ത് കുറച്ച് നേരം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നോടൊപ്പം നമ്മുടെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എന്തെങ്കിലും നമ്മുടെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് രേഖപ്പെടുത്തുക. എന്നിട്ട് നമ്മുടെ ബീഫ് കുക്കറിലടിച്ച ബീഫ് അതിലേക്ക് മിക്സ് ചെയ്യുക. അടിച്ചെടുത്ത് അതിൽ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറവുകളുണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അത് നന്നായി മിക്സ് ചെയ്തെടുത്ത് നന്നായിട്ട് വരട്ടിയെടുക്കുക. നന്നായി വരട്ടി ഒരു തരി വെള്ളം പോലും ഇല്ലാണ്ട് വരട്ടിയെടുക്കുക. ആവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയില ആവശ്യമുള്ളവർ മാത്രം ഇടുക. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. നമ്മൾ എടുത്താണ് ഇറച്ചി എന്ന് പറഞ്ഞാൽ എല്ലോടുകൂടി എടുത്താണ് ഇറച്ചിയാണ്. എല്ലോടുകൂടി എടുക്കുന്ന ഇറച്ചിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വരട്ടി അങ്ങോട്ട് എടുക്കുക. വീഡിയോ എടുക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക.
എന്നിട്ട് വരട്ടിയെടുത്ത ബീഫ് ഒന്നുകൂടിയും മിക്സ് ചെയ്ത് ഒന്നുകൂടി ഇളക്കിയെടുത്ത് അടിയിൽ പിടിക്കാണ്ട് ഒന്നുകൂടി ഇളക്കിയെടുത്ത് ഫുൾ വെള്ളം വറ്റിച്ച് അങ്ങോട്ട് ഡ്രൈ ആക്കി എടുക്കുക. നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഇട്ട് ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ബീഫ് ഫ്രൈ റെഡിയായി. അങ്ങോട്ട് വരട്ടി അങ്ങോട്ട് എടുക്കുക. ബീഫ് ഫ്രൈ റെഡി. താങ്ക് യു.